കേരളത്തിൻ്റെ റെയിൽവേ സ്വപ്നങ്ങൾ പൂർണ്ണമായും അസ്തമിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു എന്നാണ് ഇന്ന് റെയിൽവേ മന്ത്രി പാർലമെന്റിൽ വെച്ച മറുപടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. അതിലൊന്ന് കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമായിട്ടുള്ള ഒരു ഹൈസ്പീഡ് റെയിൽവേയെക്കുറിച്ച്, രണ്ട് പാലക്കാട് കോച്ച് ഫാക്ടറിയെക്കുറിച്ച്. ഈ രണ്ട് കാര്യങ്ങളും MP's കോൺഫറൻസിൽ പരാമർശ വിഷയമായിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഇനി കേരളത്തിൽ ഒരു വേഗ തീവണ്ടിപ്പാത വേണ്ടതില്ല എന്ന് തങ്ങൾ തീരുമാനിച്ചു എന്ന് പരോക്ഷമായി മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, LDF ഗവൺമെൻറ്റിൻ്റെ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അതേക്കുറിച്ച് ഒരു ചർച്ച റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ സാധ്യമല്ല. രണ്ട്, ഈ ശ്രീധരൻ്റെ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ് തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു സാധ്യതയും ഉണ്ടാകുന്നില്ല എന്നും റെയിൽവേ മന്ത്രാലയം പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നിലവിൽ റെയിൽവേ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മംഗലാപുരം, തിരുവനന്തപുരം ഈ പറഞ്ഞ 3, 4 പാതകളുടെ ചില സർവേകളെക്കുറിച്ച് മാത്രമാണ് പരാമർശം. ഈ ഫീൽഡ് സ്റ്റഡിയും സർവേകളൊക്കെ കഴിഞ്ഞ് എത്രയോ കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു 25 വർഷം കഴിഞ്ഞാലും യാഥാർത്ഥ്യമാകില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഉദാഹരണത്തിന് ഷൊർണൂർ എറണാകുളം 3-ാം പാതയുടെ DPR റെയിൽവേ തയ്യാറാക്കി റെയിൽ ഭവനിൽ സമർപ്പിച്ചതാണ്. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കണക്കിന് കേരളത്തിൻ്റെ റെയിൽവേ സ്വപ്നങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. അതുപോലെ പാലക്കാട് കോച്ച് ഫാക്ടറി സംബന്ധിച്ച് കഴിഞ്ഞ MPമാരുടെ യോഗത്തിൽ പരാമർശ വിഷയമായി. അതേക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് റെയിൽവേ മന്ത്രിയുടെ ഉത്തരത്തിൽ നിന്ന് വ്യക്തമാകുകയാണ്. അങ്ങനെ ഒരു കോച്ച് ഫാക്ടറി തങ്ങളുടെ പദ്ധതിയില്ല എന്നും ആ സ്ഥലം റെയിൽവേ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നും 228 ഏക്കർ സ്ഥലം അത് റെയിൽവേ തന്നെ കയ്യിൽ വെക്കുമെന്നും അവരുടെ ഭാവിയിലെ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് റെയിൽവേ മന്ത്രിയുടെ പാർലമെന്റിലെ പ്രസംഗങ്ങളും മറുപടികളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ശ്രീധരൻ നേരിട്ടൊരു പദ്ധതി തനിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയെക്കുറിച്ച് ഈ ശ്രീധരനെ ക്ഷണിച്ചു വരുത്തി ഞങ്ങൾ ചർച്ച ചെയ്ത് അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്ന് എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ റെയിൽവേ മന്ത്രി പറഞ്ഞതാണ്. അതിനിടയിൽ ഈ ശ്രീധരൻ്റെ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയിട്ട് അത് ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞുകൂടി തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെയിൽവേ മന്ത്രാലയം കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഒരു റെയിൽവേ പദ്ധതി ഇല്ലാതാകുന്നു. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായ സുഗമമായിട്ടുള്ള റെയിൽവേ ഗതാഗതം ഇനി നമുക്ക് പ്രാപ്യമല്ല എന്നുള്ള ഒരു വാസ്തവം ഇന്ന് സഭയിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വളരെ കൃത്യമായ ചോദ്യമായിരുന്നു. എന്തെങ്കിലും പദ്ധതി കേരളത്തിൻ്റെ അതിവേഗ റെയിൽവേ ആഗ്രഹങ്ങൾക്ക് മേൽ ഉണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, ഈ പറഞ്ഞ റെയിൽവേ പ്രഖ്യാപിച്ച ഹൈസ്പീഡ് 7 പദ്ധതികളുടെ ഒരു എക്സ്റ്റൻഷൻ കേരളത്തിലേക്ക് ഉണ്ടാകുമോ? അതില്ല. 2, സെമി ഹൈസ്പീഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? 3, ഈ ശ്രീധരൻ്റെ പദ്ധതിയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമോ? ഇതിലൊന്നും കൃത്യമായ അതല്ലെങ്കിൽ അനുകൂലമായ മറുപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് ഈ 2 പദ്ധതികളും ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇനി തങ്ങൾ അക്കാര്യവുമായി മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പാലക്കാട് കോച്ച് ഫാക്ടറി ലാലു പ്രസാദ് യാദവ് അന്ന് ഇടതുപക്ഷം UPA ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന സമയമാണ്. 2008-2009 ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ആ പദ്ധതിയുമായിട്ട് പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ് മുമ്പോട്ട് പോയില്ല. കേന്ദ്ര സർക്കാർ പാഴാക്കി, വർഷങ്ങളോളം പാഴാക്കി. എന്നിട്ട് 2012-13 ബജറ്റിൽ അതും UPA ഗവൺമെൻറ്, അന്ന് ഇടതുപക്ഷം അതിന് പിന്തുണയ്ക്കുന്നില്ല, അതിനെ ഒരു ജോയിൻറ്റ് വെഞ്ചർ പദ്ധതിയാക്കി മാറ്റിയെടുത്തു. അതുപോലും പ്രാവർത്തികമാക്കാതെയാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയത്. എന്നിട്ട് MP's കോൺഫറൻസിൽ നമ്മുടെ പാലക്കാട് MP എന്തോ മുൻ ഇടതുപക്ഷ ഗവൺമെൻറ് വേണ്ടത്ര ശ്രമിച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ UDF ഗവൺമെൻറ് ഇതേക്കുറിച്ച് ഒരു നിവേദനം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് റെയിൽവേ മന്ത്രിയുടെ മറുപടിയിൽ നിന്ന്
വ്യക്തമാകുന്നു. ഈ മറുപടി പറയുന്നത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അത് നിലവിലുള്ള മാതൃകയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആരുടെ വിദഗ്ധ സമിതി? ഏത് സർക്കാരിന്റെ? സംസ്ഥാന സർക്കാരിന്റെ. അതായത് നേരത്തെ എന്തായിരുന്നു റെയിൽവേ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്? അതായത് ഈ ശ്രീധരൻ ഒരു പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ ശ്രീധരനെ ഡൽഹിയിലേക്ക് വിളിച്ച് ചർച്ച ചെയ്ത് അതിനെ പ്രായോഗികമായിട്ടുള്ളൊരു പദ്ധതിയാക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനിടയിൽ ധൃതി പിടിച്ചിട്ട് ഈ ശ്രീധരനോട് പദ്ധതി സമർപ്പിക്കാൻ പറഞ്ഞു. എവിടെ? തിരുവനന്തപുരത്ത് സമർപ്പിക്കാൻ പറഞ്ഞു വി.ഡി. സതീശൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് ആ ഈ ശ്രീധരന്റെ പദ്ധതി എടുത്ത് കൊട്ടയിലേക്ക് ഇട്ടു. അപ്പോൾ ഇവർക്കെന്ത് കാര്യം മനസ്സിലായി? അവർക്ക് താല്പര്യമില്ലാത്തൊരു പദ്ധതി ഞങ്ങളെന്തിനാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പോൾ അതിനെ ഒരു കൃത്യമായ ഒരു പുകമറയാക്കി മാറ്റി, അതല്ലെങ്കിൽ മാർഗമാക്കി മാറ്റി കേരളത്തിന്റെ റെയിൽവേ സ്വപ്നത്തെ അവർ ചിറകരിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇന്ന് ഇതുപോലുള്ളൊരു മറുപടി റെയിൽവേ മന്ത്രി നൽകിയത്. മാത്രമല്ല ഈ രണ്ട് കാര്യത്തിലും ഈ പറയുന്ന സിൽവർ ലൈൻ അങ്ങനെ ഉപേക്ഷിച്ചത് ഒരു ഉത്തരവാദപ്പെട്ട സമീപനമായിരുന്നില്ല. യഥാർത്ഥത്തിൽ റെയിൽവേ മന്ത്രാലയം എന്താ പറഞ്ഞിരുന്നത്? ആ പദ്ധതി സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെയും കൂടി ശുപാർശകളും നിർദ്ദേശങ്ങളും വെച്ചിട്ട് അതിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് നമുക്ക് പ്രായോഗികമായി നടപ്പിലാക്കാൻ ശ്രമിക്കാമെന്നുള്ളൊരു നിലപാടായിരുന്നു കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ. അതിനിടയിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഗവൺമെന്റ് ആ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചു. അതോടുകൂടി ആ പദ്ധതി പോയി. എന്നിട്ട് എന്ത് ചെയ്തു? കേന്ദ്രത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന ഈ ശ്രീധരന്റെ പദ്ധതി അവർ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ ശ്രീധരനിൽ നിന്നും വാങ്ങിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് അത് എടുത്തുകൊണ്ട് കൊട്ടയിലിട്ടു. അപ്പോൾ ഇപ്പോൾ എന്തായി? റെയിൽവേ മന്ത്രാലയത്തിന് പറയാൻ കഴിയുന്നത് കേരളത്തിന്റെ അതിവേഗ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട രണ്ട് പദ്ധതികളും വി.ഡി. സതീശൻ ഗവൺമെന്റ് വേണ്ടാന്ന് വെച്ചതുകൊണ്ട് ഇനി ഞങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ 3-4 പാത അതൊരു 4 നൂറ്റാണ്ടെടുക്കും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇത്ര പിടിപ്പുകേട് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യം കൂടി, പണ്ട് രാജീവ് ഗാന്ധി പാലക്കാട് ഇതേ കോച്ച് ഫാക്ടറിയാണ് പഞ്ചാബിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ സ്വാഭാവിക അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് ഒരു അയഞ്ഞ സമീപനമാണ് ഈ കഞ്ചിക്കോട്. ശരത്തെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളതാണ്. അതായത് അത് രാജീവ് ഗാന്ധി അല്ല, യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി പാലക്കാട് കോട്ട മൈതാനിയിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് 82 മറ്റാണെന്ന് തോന്നുന്നു, 82 കോട്ട മൈതാനിയിൽ വെച്ചാണ് വാഗ്ദാനം ചെയ്തത് കേരളത്തിന്റെ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കോച്ച് ഫാക്ടറി ഞാൻ അനുവദിക്കുന്നതാണെന്ന്. 82 കഴിഞ്ഞിട്ട് ഇപ്പം എത്രയായോ ഒന്ന് കൂട്ടി നോക്കി, എത്ര പതിറ്റാണ്ടായി? എത്രയായി? കണക്കൊക്കെ ശരിയാണോ നോക്കിക്കോണം കേട്ടാ. അതെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവര് അത് കപൂർത്തലയ്ക്ക് കൊണ്ടുപോയി, പഞ്ചാബിലേക്ക്. എന്നിട്ട് ഇടതുപക്ഷത്തിന് പങ്കാളിത്തമുള്ളൊരു UPA ഗവൺമെന്റ് വരേണ്ടി വന്നു 2008-09 പാലക്കാട് കോച്ച് ഫാക്ടറി പ്രഖ്യാപിക്കാൻ. ആര് പ്രഖ്യാപിച്ചു? ലാലു പ്രസാദ് യാദവ്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? കോൺഗ്രസ് ആണ് ആ ഗവൺമെന്റിനെ നയിക്കുന്നത്, ഒന്നും ചെയ്യാതിരുന്നു. എന്നിട്ട് 4 വർഷം അനങ്ങാതിരുന്നിട്ട് 12-13 ബജറ്റിൽ ഇവരെന്ത് ചെയ്തു? ആ കോച്ച് ഫാക്ടറി ഒരു PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാക്കി ജോയിന്റ് വെഞ്ചറാക്കി. അത് നടന്നോ? അത് നടന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ റെയിൽവേ വികസനത്തിനുള്ള സംഭാവന. ഇപ്പോൾ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചോ 2008-2009 ലാലു പ്രസാദ് യാദവിന്റെ ബജറ്റിൽ വന്നതിനെക്കുറിച്ചോ ഇപ്പോഴത്തെ മറുപടി പ്രതിപാദിക്കുന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞത്.